ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ടൊരു വീഡിയോ കേട്ടോ. എല്ലാവർക്കും ബുക്ക് എന്ന് പറയുമ്പോൾ മിനി ബുക്കായാലും വലിയ ബുക്കായാലും ഒക്കെ യൂണിക്കോണിൻ്റെ കേട്ടോ വേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു യൂണിക്കോൺ ബുക്ക് ഉണ്ടാക്കാന്ന്. ഇത് മിനി ബുക്കാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിനി ബുക്കും അല്ല, വലിയ ബുക്കാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബുക്കും അല്ല. ഇങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിനേക്കാളും ചെറിയ മിനി ബുക്കുകൾ മുന്നേ ഉണ്ടാക്കിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഇതിൻ്റെ ഒരു മീഡിയം സൈസ് മിനി ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ നീളം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെന്റ്സിൽ എടുക്കാം. ഞാനിവിടെ എടുത്തത് A5 പേപ്പറിന്റെ സൈസിലാട്ടോ. A5 പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, A4 ഷീറ്റിന്റെ നേർ പകുതി ആട്ടോ A5 പേപ്പർ. അതുകൊണ്ട് നിങ്ങളെ കയ്യിൽ A4 ഷീറ്റ് ആണെങ്കിൽ അതിന്റെ നേർ പകുതിയായിട്ട് കട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ A4 പേപ്പർ ആണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 4 പേജസ് കിട്ടും. ഇനി A5 പേപ്പർ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 2 പേജസും കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ ഒരു പേജിന്റെ സൈസ് എന്ന് പറയുന്നത്. പേജിന്റെ സൈസ് മാത്രമല്ല, നമുക്ക് ബുക്കിന്റെ ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ സൈസിലുള്ള 2 കാർഡ്ബോർഡുകൾ വേണം. അതേപോലെ സെന്റർ പോർഷനിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാർഡ്ബോർഡും കൂടി വേണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുന്നുന്ന മെത്തേഡ് അല്ല കേട്ടോ ചൂസ് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, നമ്മളെ വീഡിയോസ് കാണുന്ന പകുതി മുക്കാൽ പേരും കുഞ്ഞു കുട്ടികളാണ്. അപ്പൊ പിള്ളേരെ കൊണ്ട് വെറുതെ സൂചി നൂലൊന്നും എടുപ്പിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒരു ബുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നിങ്ങളടുത്ത് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബുക്ക് ഉണ്ടാക്കുമ്പോൾ പശയ്ക്ക് ഒരു പിശുക്കും കാണിക്കണ്ട കേട്ടോ. നന്നായിട്ട് പശ തേച്ച് കൊടുക്കുക, എന്നാലേ നമുക്ക് ആ ബുക്ക് കുറച്ച് അധിക കാലം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ചട്ടയ്ക്ക് യൂസ് ചെയ്ത കാർഡ്ബോർഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ബുക്കിന്റെ ചട്ട റെഡി ആയിട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ഗ്ലൂ തേച്ചതിന് ശേഷം നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച ആ ബുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് സ്റ്റിക്ക് ചെയ്യുക. ഞാൻ ആ സ്റ്റിക്ക് ചെയ്യുന്ന ആ വീഡിയോന്റെ ചെറിയൊരു പോർഷൻ കട്ടായി പോയി. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ബുക്ക് ഇതിൻ്റെ അകത്ത് ഒട്ടിക്കുമ്പോൾ ബുക്കിന്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും നമ്മൾ ഈ ചട്ടേന്റെ മുകളിലേക്ക് പശ ഇട്ട് ഒട്ടിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കാം, ഇഷ്ടമുള്ളത് എഴുതാം. നമ്മളെ ബുക്ക് റെഡി ആയിട്ടോ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഈ ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെയിന്റും ബ്രഷ് എടുത്തില്ല, അതേപോലെ സൂചി നൂലും എടുത്തില്ല. നമ്മൾ ആകെ യൂസ് ചെയ്തത് കുറച്ച് പേപ്പേഴ്സ്, ഗ്ലൂ, ചെറിയ 2-3 കാർഡ്ബോർഡ് പീസുകൾ, പിന്നെ നമ്മളെ സ്വന്തം സിസേഴ്സും, പിന്നെ സ്റ്റിക്കേഴ്സ് നിങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഇത്രയും സാധനം കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടൊരു ബുക്ക് ഉണ്ടാക്കിയില്ലേ. അപ്പോൾ നിങ്ങൾ ഈ ബുക്ക് ഉണ്ടാക്കി നോക്കൂലേ? ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് പറയണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.